ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയണത് മഹാഭാരം പിടിക്കുന്ന ഒരു സംഭവങ്ങളെ ഈസി ആയിട്ട് ഭാരച്ചുരുക്കം സംഭവിക്കും. പക്ഷേ ഉടമ്പടി ഭാരച്ചുരുക്കം സംഭവിക്കണമെങ്കിൽ എന്തിനാണെന്നാണ് പറയണത്? നിങ്ങൾ ഉടമ്പടി ഭാരച്ചുരുക്കത്തോടെ ചെയ്യണം. അതാണ് വിഷയം. ഭാരച്ചുരുക്കം സംഭവിക്കും, ഭാരം ലഘുവായിട്ട് തോന്നും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഉടമ്പടി ഭാരച്ചുരുക്കത്തോടെ ചെയ്യണം. കാര്യം ഇതിനകത്ത് ഭാരം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. എന്താണത്? ഏറ്റവും ടോപ്പ് 50% മാർക്ക് കവർ ചെയ്യണത് ഈ ഇവാഞ്ചലൈസേഷനെയാണ്. എന്താണ്? ഈശ്വരനെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നത്. അതെന്താ അറിയിക്കണത്? പത്രത്തിലൂടെയാണ് അറിയിക്കണത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾ പറയണത് ആൾക്കാർക്ക് വേണ്ടി പൊതിച്ചോറ് കൊടുക്കണതല്ല, പൊതിച്ചോറിൻ്റെ സുവിശേഷമല്ല. അതിനൊക്കെ 5 മാർക്കാണുള്ളത്. അല്ലെങ്കിൽ കൂടിയ 10 മാർക്ക് കിട്ടും. 50 മാർക്ക് വെച്ചിരിക്കണത് എന്തിനാണെന്ന് അറിയാമോ? പത്രത്തിൻ്റെ സുവിശേഷ വിലക്കാണ്. എന്താണ്? അത് പാടാണ്. മഴയത്ത് കൊടുക്കണം. അത് ചിലപ്പോൾ ഇന്ന് മഴയല്ല, മഴ മാറട്ടെ. എടി മകളെ, ഈ ദിവസങ്ങളിൽ മഴയാണല്ലേ എല്ലായിടത്തും. ഇല്ലമ്മ നാളെ മാറും, എന്നാൽ നാളെ കൊടുക്കാൻ പത്രം. ഭാരമായി. മഴയെങ്കിൽ മഴ, സമയത്തും അസമയത്തും സുവിശേഷ പ്രസംഗിക്കുക. ഒരുമിച്ച് പാടുക. തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. അതാ വിഷയം വെച്ചാൽ കർത്താവിനെ കൈമാറുന്നതിന് സമയം കാലം നോക്കരുത്. നിങ്ങളുടെ സൗകര്യം. ചിലപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു റിസൾട്ട് വരണത് ഏറ്റവും മോശമായ കാലാവസ്ഥയിൽ കർത്താവിനെ കൈമാറുമ്പോഴാണ്. പണ്ട് 6-ാം തിരുമുറിവിൻ്റെ കാലത്തെ, ഇപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഇന്നലെ ഞാൻ വേറെ ഒരു രാജ്യത്തായിരുന്നു, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിലേക്ക് സുവിശേഷം വേറെ ചെയ്തിട്ട് ഇന്ന് പോകണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? 86 കർത്താവ് മോശപ്പെട്ട ജീവിതക്കാരാണെന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവൻ കർത്താവിനെക്കുറിച്ച് ഒരു നാടകം എഴുതി. അത് നിരോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കേരളം മുഴുവനും ഇളകിയപ്പോൾ അന്ന് ഇവിടുത്തെ പുരോഗമന സാഹിത്യകാരന്മാരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില പിന്തിരിപ്പന്മാരും നാടകത്തിന് അനുകൂലമായി. അതിലൊരു നാടകം നടത്തിയെന്ന് പറഞ്ഞാൽ വിശ്വാസം പോകുമോ? വിശ്വാസം പോകണമല്ല പ്രശ്നം. എൻ്റെ അമ്മയെ, എൻ്റെ അപ്പനെ, എൻ്റെ ഈശോനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവസ്നേഹം ഉള്ളവർക്ക് ഫീൽ ചെയ്യും, അല്ലേ? തീർച്ചയല്ലേ? ഇപ്പം ഞാൻ പള്ളി വിളിച്ച് പറഞ്ഞ് ഇന്ന് നമുക്കൊരു പരിഹാര പ്രകടനം നടക്കും. മനുഷ്യൻ ചെയ്ത് കൂട്ടുന്ന പാപത്തിന് പരിഹാരമായിട്ട് ഒരു പരിഹാര പ്രചരണം നടത്തണം. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ ഇപ്പം ഞാനൊരു നടത്തുപള്ളി ഇരിക്കണമെന്ന്, ഇപ്പോൾ ഇടവപ്പള്ളിയിൽ നിന്ന് ഞാൻ വൈകുന്നേരം 3 മണിക്ക് വരും എന്ന് വരും. അപ്പം നിങ്ങളും റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ വിളിച്ച് പറഞ്ഞ ആൾക്കാർ വരണതാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ 4-5 വലിയമ്മമാരേ ഉള്ളൂ. പരിഹാര പ്രചരണം എന്താ പ്രശ്നത്തിൽ ഇതിന് എതിർപക്ഷത്തിലുള്ള പാർട്ടിക്കാർ എല്ലാ വീടുകളിലും നേരെ ഇറങ്ങി പറയും, ബിഷപ്പുമാർ വരെ നാടകത്തിന് അനുകൂലമാണ്, നിങ്ങൾക്ക് തിരക്ക് വല്ല കാച്ചിലും ഉണ്ടാ, വീട്ടിൽ കുത്തിയിരിക്കാൻ പാടില്ല ചോദിച്ച്. അച്ഛനൊക്കെ അങ്ങനെ അഭ്യാസം കാണിക്കാനൊക്കെ ഇറങ്ങിയിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നെഗറ്റീവ് അടിച്ച് ഇവരൊരു ആരും വന്നില്ല. ചന്ത സ്ഥലത്ത് വരണ്ടേ, കുരിശും കൊണ്ട് വരണം. ചന്തയിലാണ് നടത്തണം ഈ സംഭവം. കുരിശും കൊണ്ട് അവിടെ നിന്ന് 2.5 കിലോമീറ്റർ 2.5 മൈൽ നടക്കണം ഈ കുരിശും പിടിച്ച്.
അപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ വലിയൊരു കുരിശൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇടവപ്പള്ളിയിൽ നിന്ന് നടത്തുപള്ളിയോട്ട് ചന്ത വരികയും ചന്ത വരുമ്പോൾ ആട് കിടന്ന പട്ടി കൂടെയില്ല, ഒരു മനുഷ്യയില്ല. 4-5 വല്യമ്മമാരുണ്ട്. ഈ വല്യമ്മമാരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ വെയിലത്ത് മിക്കവാറും വീഴും ഞാൻ. പക്ഷെ ഞാൻ എന്നാൽ പിന്നെ നമുക്ക് വേറെ ദിവസം നടത്താമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നില്ല. ഞാൻ ആ കുരിശെടുത്തിട്ട് ഈ 6 വല്യമ്മമാരുമായിട്ട് നാഷണൽ ഹൈവേ കൂടി 4-5 കിലോമീറ്റർ ഈ പരിഹാര പ്രസംഗം നടത്തി. അപ്പം കർത്താവിന് മനസ്സിലായി ഇത് കുറഞ്ഞ പുള്ളിയല്ല, കർത്താവിൻ്റെ കൂടെ നിൽക്കുമെന്ന് മനസ്സിലായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതാണ് പ്രശ്നം. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ബോംബ് നേരത്തെ പൊട്ടിച്ച് പരീക്ഷിച്ചിട്ടുള്ള ആളായിരിക്കും. അത് ആ സമയത്ത് ഇതുപോലെ 5-6 വല്യന്മാരുമായിട്ട് നാഷണൽ ഹൈവേ കൂടി കുരിശ് ബല്ലെ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അന്നത്തെ കാലത്ത് ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു. പക്ഷേ എങ്കിലും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലെ ഒരു സാധനമുണ്ട്, അത് നിങ്ങൾ ഓർത്തേക്കണം. കാര്യം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നമുക്ക് 3 തരത്തിലാണ്, ഇപ്പോൾ ഉടമ്പടിയിലുള്ള ദൈവത്തെ 3 തരത്തിലാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണത്. ഫെയ്ത്തിനെ, വിശ്വാസത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് 3 തരത്തിലാണ്. നിങ്ങളെന്താ ഗതികെട്ടിരിക്കണമെന്ന് വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ഒരു തരം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. വിശ്വാസം എക്സ്പ്രസ് ചെയ്യണം എന്താണ്? പ്രാർത്ഥന. രണ്ടാമത്തത് എന്താണ്? പ്രഖ്യാപനം. മൂന്നാമത്തത് എന്താണ്? പ്രയോഗം. പിടിയിട്ടില്ലേ? ഉടമ്പടിയിൽ എല്ലായിടത്തും ഉള്ളത് പ്രാർത്ഥനയാണ്. എന്താ പ്രശ്നം? പ്രാർത്ഥനയ്ക്ക് എന്താ കുഴപ്പം? വെറുതെ മുറി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേട്ടതില്ല, വലിയ മുതൽ മുടക്കില്ല, കഷ്ടപ്പാടില്ല. മഴയാണെന്നുണ്ടെങ്കിൽ അകത്തോട് കുതുകിരുന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവത്തിന് എന്ത് മെച്ചം, നമുക്കെന്ത് മെച്ചം? ഒരു മെച്ചവുമില്ല. പ്രാർത്ഥിച്ചെന്നൊരു സമാധാനം, അത്രേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പം നിങ്ങൾ എന്ത് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള പ്രോബ്ലം. നിങ്ങളെന്താ, നിങ്ങളുടെ മുതൽ മുടക്ക് എന്താ? യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ലോകത്ത് മുഴുവനും മനുഷ്യൻ്റെ പാപങ്ങൾ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ ദൈവത്തിന്? ഉണ്ടാകട്ടെ എന്നും പറഞ്ഞല്ലേ ഈ ലോകം സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാപങ്ങൾ മാറട്ടെ എന്ന് പറയുമ്പോൾ മാറാനല്ലേ ഉള്ളൂ. പക്ഷെ മാറാതെ അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാധാനം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. കണ്ട, അതാണ് ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഏറ്റുപറച്ചിലൊരു വിഷയമാണ് അതിൻ്റെ അകത്ത്. നമുക്ക് അതായത് നമ്മുടെ അഭിമാനം, നമ്മുടെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യാതെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ പാടാണ്. മറ്റേതെല്ലാം കള്ളപ്രാർത്ഥനക്കാരാണ്. കരണക്ക് എന്താ 300 പ്രാവശ്യം ചൊല്ലി എന്താ നട്ട വീട്ടിൽ കുത്തിരുന്ന് ചെല്ലാൻ പോരെ, 3 മണിക്ക് എഴുന്നേറ്റ് നിന്ന് ചെല്ലാൻ പോരെ. എന്താ കുഴപ്പം? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്താ കാര്യം? മുതൽ മുടക്കില്ല. അകപ്പാടെ മുതൽ മുടക്കെന്ന് പറയണത് ഇത്തിരി ഉറക്കം നിൽക്കണം എന്നുള്ള മുതൽ മുടക്കേ ഉള്ളൂ. അത് ഈ പണ്ടായിരത്തി ഉറക്കം ഇല്ലല്ല, പ്രഷറൊക്കെ അടിച്ചിട്ടും ഉറക്കമില്ല, അടക്കില്ല. അപ്പോൾ ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ കൊന്തയിലി കൊടുക്കുകയും പല പരിപാടിയല്ലേ. ദൈവത്തിന് എന്താ മെച്ചം? പല ആൾക്കാരും രാത്രി പ്രാർത്ഥനക്കാരുടെ പരിപാടി എന്ന് വെച്ചാൽ അവർക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് വലിയ ആക്കാനും വേണ്ടി ഒക്കാനിക്കുന്ന പരിപാടിയാണ് കയ്യിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത്. ദൈവത്തിന് സന്നിധി നമുക്ക് ദൈവത്തിന് തോന്നണം നിങ്ങൾ സീരിയസ് ആണെന്ന് തോന്നണം. അതിനെന്താ കാര്യം? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലായി, കംപ്ലീറ്റ് ഏറ്റുപറച്ചിലാണ് എൻ്റെ അകത്ത്. കാര്യം എന്താണ്? അവസാനം ഏറ്റുപറയേണ്ടത് എവിടെയാണ്? അവസാനം ഒരു മനുഷ്യൻ പഠിച്ച് എന്നാൽ അവസാനം കിട്ടേണ്ടത് എന്താണ്? ഒരു PhD ആണ്. അതുപോലെ ഒരു മനുഷ്യൻ ഏറ്റു പറഞ്ഞാൽ അവസാനം ഏറ്റു പറയേണ്ടത് എവിടെയാണ്? പിതാവിൻ്റെ അടുത്താണ് ഏറ്റു പറയേണ്ടത്. ഈ ഭൂമിയിൽ എല്ലായിടത്തും ഏറ്റു പറഞ്ഞാലും ശരി, പിതാവിൻ്റെ അടുത്ത് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഗോപി വരക്കേണ്ടി വരും. അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയണം. അങ്ങനെ ഏറ്റു പറഞ്ഞാൽ എന്ത് പറ്റും? ജീവിതത്തിൻ്റെ ഓഫീസിലും വീട്ടിലും വിസ പ്രോസസ്സിംഗ് എംബസിലും എല്ലാം നിങ്ങൾ ഏറ്റു പറയും. ഒടുവിൽ ഞാൻ പിതാവിൻ്റെ അടുത്ത് ഏറ്റു പറയും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. Myself Angelus Anand. I'm from Karnataka, Mysore. Firstly, I want to thank my Lord and Savior Jesus Christ and our Kripasanam Mother for giving me an opportunity to testify in this blessed altar. Despite of having flaws and being unworthy, God has given me all these blessings.
So I have already told about my OET testimony. This is my second testimony, and I belong to St. Philomena's parish in Mysore. So I have already told about my OET testimony the last time when I came here. So after after I cleared my OET, which is due to our Blessed Mother's help, I showed some negligence, and I couldn't get an opportunity through that. But despite of that, I thought to continue the covenant. And in between, I did face a lot of failures, like at workplace, I did face a lot of bullying and everything. But despite of that, I thought to renew my covenant and continue with the covenant. So I had little confusions with choosing a place to try for. So initially I thought to learn German, but it didn't work out. And then I thought to try for Saudi. I was a little skeptical on that because I heard that Saudi has no churches or places as such. So I didn't like to go to Saudi because of that one reason. I want a place where there is church and where I can go to church, where I can have a freedom. But since I didn't have any more options left, I thought to choose Saudi. But one of my mom's friend, she is an MSc student. So I already had 1 year of experience, and I had tried all these things, but nothing worked out. Then suddenly this person came up to me and told me, why are you trying for Saudi? You can try for Dubai. So we had nobody in Dubai to help me. But this person told that she'll refer me, and she told me to write DHA. So we need somebody to be there to support us, like a relative or somebody. We had nobody, and we are not financially that stable. So Mother Mary made sure that she helped me through a lot of other people with the exams and everything. So I decided to take up DHA, and I went during my exams. I took the Odambadi locket. So at this point of time, I'm not in the covenant. So I took the Odambadi locket, I took the Odambadi salt, covenant salt, and I went to my examination hall. So I sprinkled the salt where the people wouldn't step on. And I was also wearing the covenant locket with my rosary. And I gave the test. I did miss out a lot of questions, to be honest, and some questions I didn't even understand. I was very scared because the next day the results will be out. So I went to church doubting. I told God, see, this is my last chance. I am not going to try anywhere. So I don't want to waste my parents' money or trouble anyone else. So this will be the last try. I just prayed. I knelt down and prayed before our Lord Jesus Christ. And then I saw a lady. So she gave me this Kripasanam paper. And she told me to apply for light and candle prayer. I told her that I'm not in the covenant right now. But she told, still you can apply for light and candle prayer. You can put the request and pray. I know I have left few questions and I didn't understand a few questions. And I put the request and I prayed. Then when the results came, I cleared the exam. But yes, still due to all these failures, I was a little scared. And then I came to renew the covenant. I renewed the covenant. Before that, there was few delays going on with the interview chances. And this person whom I told, who is a MSc student, she told me usually we should take visiting visa. So most of the people will know in UAE we don't have much opportunities for online. We won't get online interview chances. We should take visiting visa and go there and then attend the interview. So I prayed. See, we are not financially stable, and it's my first time going abroad, and it will be quite difficult for me. And my parents went prayed, and all of a sudden, after renewing the covenant, within 1 week, I had a call saying that you have a chance for online interview. So in that hospital, they are doing this for the first time. So all these years, people used to take
visiting visa and go and attend the interview. In my case, I was able to attend 2 interviews online. So my first interview was on 12th of September. Second interview was on 19th. So it is like correct 7 days. So it is Mother Mary's date. So it took correct 7 days, and the same day they told the result saying that I cleared the interview. And when it came to the salary, I was told that it will be around 6,000, all those numbers. So I just thought in my mind, I want a salary with the number 7. So I just wished in my heart, and right after some time, this recruiter called me and told me the same exact thing. They asked me if I'm okay with it. So again, Mother Mary's intercession has taken place here. Yesterday, I've been called and told my visa process has been issued, and I would like to thank Lord a lot, because I'm not a perfect person. I'm actually unworthy, but despite all of these flaws, it is His mercy and Mother Mary's intercession that has helped me to achieve all these things. So it is not my merit, it is only His grace. Friends or my staffs, my senior staffs, once tried to put me into some big trouble at workplace. So I can't tell it because it is confidential. We know, we nurses and doctors know, when something goes wrong with the patients, they try to put it on another person and they try to put them in trouble. It usually happens in some places. So I was in a different department, but they tried to trap me into this situation. So I was a junior nurse. They tried to get me to this situation, but before I head to work, I smelled jasmine fragrance. So we have Mother Mary's small statue at home. So when I was praying in front of our Blessed Mother's statue, I had this fragrance, and I was able to escape from that situation without any harm. So like this, I was being in 2 or 3 situations, harmful situations, where people tried to put me in trouble, and they were trying to attack me, I mean like trying to harm me. So from all these troubles, Mother Mary has always saved me. She has always rescued me since from the beginning, from all the troubles. When it comes to spiritual life, before I had difficulty to read the Bible even for like 10 minutes. So I used to feel like it's like an hour. So right now I'm able to read the Bible for 30 minutes with ease. So I'm not having any difficulties, and we do rosary every day, and we try to go to Mass. Before we used to go only during Sundays, but right now we are trying to go to Mass during other weekend days as well. And before I used to focus on my intentions and do the things, but right now I'm doing intentions to fulfill the covenant's promises. And also I had no interest or desire for eternal life before. So we youths usually don't have that initially. We don't give much of seriousness on that. But after taking up the covenant, I realized the importance of it, and even though I am not perfect, I am having a mindset or a desire to become perfect and try to achieve that eternal life. So I have given an importance for that. So that is one of the main difference that has happened to me after taking up the covenant. And once again, when it comes to charity, so I wouldn't say I have been able to do it perfectly, but I have tried giving, like we made food at home and we gave it at the government hospitals, and whenever I'm able to go to old age homes, I go there and help them out with the course and everything. So these are the things that I did as a part of charity. So once again, I would like to thank our Blessed Mother for protecting me, for giving me this opportunity. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദിയും സ്തുതിയും പറയുന്നു എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചതിന്. എൻ്റെ പേര് വിദ്യാമോള്. ഞാൻ ഒരു ഹിന്ദുവാണ്, വൈക്കത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്, പേര് അഖിൽ. ഞാനൊരു നേഴ്സാണ്. എല്ലാവരെയും പോലെ തന്നെ വിദേശത്ത് ജോലി വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ OET പഠിക്കാനായി തീരുമാനിച്ചു.
ഞാൻ OET പഠിച്ചു. പക്ഷേ ഒരുപാട് തവണ ഞാൻ എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചില്ല. അതിനെ തുടർന്നാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിയുന്നത്. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് 2022 മെയ്യിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ വരുന്നത് എൻ്റെ ഹസ്ബൻഡ് അറിയാതെയാണ്. കാരണം ഇതിനെപ്പറ്റി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വഴക്കു പറയുമോ അല്ലെങ്കിൽ സമ്മതിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയെങ്കിലും എനിക്ക് അത്രയും കൃത്യമായിട്ടൊന്നും ഞാൻ പാലിച്ചിരുന്നില്ല. കറക്റ്റായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പാലിച്ചില്ല. പിന്നെ പത്രം കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്നിട്ട് ഞാൻ പത്രം കൊണ്ടുവന്ന് റൂമിൽ വെച്ചു. ഞാനത് വിതരണം ചെയ്യാനൊന്നും പോയില്ല. അതിനുശേഷം ഞാൻ OET എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനൊരു ആക്സിഡൻ്റൊക്കെ സംഭവിച്ച് ഞങ്ങൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി, തകർന്നു, കാലിനൊക്കെ വയ്യാതായി, കുറേ നാൾ ഹോസ്പിറ്റലിലൊക്കെ കടന്നു. അത് കഴിഞ്ഞ് വീണ്ടും എന്നെ OET പഠിക്കാൻ കൊണ്ടുപോയി ചേർത്തു. ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ആ പുതുക്കുന്നതിന് തലേദിവസം മുമ്പ് വരെ ഭയങ്കര മാനസികമായി തകർന്ന് ഇനി പഠിത്തം നിർത്താം അങ്ങനെയൊക്കെയുള്ള ചിന്തയിലൂടെ കടന്നുപോയി. വളരെ ബുദ്ധിമുട്ടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ അച്ഛൻ്റെ ധ്യാനം ഫോണിൽ കേൾക്കാൻ തുടങ്ങി. എനിക്കിവിടെ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ ഇരുന്നതിൻ്റെ തലേദിവസം എൻ്റെ വീടിൻ്റെ സൈഡിലൊരു മുല്ലച്ചെടി നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ നിന്ന് എനിക്കൊരു വെള്ള കൊന്ത കിട്ടി. ആ കൊന്ത ഞാൻ മുറിക്കകത്ത് കൊണ്ടുവന്നു. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കുന്നത്. പുതുക്കിയിട്ട് ഞാൻ നിയോഗം വെച്ചതും എൻ്റെ OET എക്സാമിൻ്റെ കാര്യമായിരുന്നു. അതിനുശേഷം പുതുക്കി ഞാൻ പോയി പത്രമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. ഒരു മടിയില്ലാതെ ഞാൻ എല്ലായിടത്തും കൊണ്ട് നടന്ന് പത്രമൊക്കെ കൊടുത്തു. പിന്നെ കൃത്യമായി ഉടമ്പടിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. രാവിലെ എണീറ്റ് പ്രയർ ചെയ്യുന്നു, വൈകിട്ട് പ്രയർ ചെയ്യുന്നു. 3 മണിക്ക് വരെ ഞാൻ എണീറ്റ് പ്രയർ ചെയ്ത ദിവസങ്ങളുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ചെയ്യുന്നു. പഠിത്തത്തിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥനയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓരോ സമയവും ഞാൻ വചനങ്ങൾ എഴുതി, വചനങ്ങൾ കേട്ടു, ബൈബിൾ എഴുതാൻ തുടങ്ങി. ബൈബിൾ ഞാൻ എഴുതുമായിരുന്നു ബുക്കിൽ. അതിനുശേഷം എനിക്ക് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന കാണുമ്പോൾ കൂടുതലും പേര് ചോദിച്ചിട്ടുണ്ട്, നീ മതം മാറി ക്രിസ്ത്യാനിയായോ എന്നൊക്കെ. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. ഞാൻ എല്ലാ ദിവസവും ഞാൻ സ്റ്റാറ്റസ് ഇടും. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടും. അതിനുശേഷം ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ സെപ്റ്റംബർ 28 ഞാൻ എക്സാമിന് പോയി. ആ പോയ സമയത്ത് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് കാശ് രൂപ എനിക്ക് കിട്ടി. അതുകൊണ്ടും ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുമാണ് ഞാൻ പോയത്. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും തേൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ എക്സാമിന് കയറുന്നതിന് മുമ്പാണ് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ഇനി ഒരിക്കലും എനിക്ക് എക്സാം എഴുതാനായിട്ട് ഇങ്ങോട്ട് കയറേണ്ടി വരരുതേ എന്ന്. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എക്സാം സെൻറ്ററിൽ കയറി. എനിക്ക് ആ എക്സാം തീരുന്നിടം വരെയും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. ഞാൻ വളരെ ഈസി ആയിട്ടാണ് ചെയ്തിട്ട് ഇറങ്ങിയത്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത്, ഞാൻ ഇതുപോലെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി ഞാൻ എടുത്തു, പുതുക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസമായി. ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നീടുള്ള എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നതും ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചതും എല്ലാം. അതിനുശേഷം ഞങ്ങൾ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അതിന് പേപ്പർ വർക്കുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നെങ്കിലും പക്ഷേ എൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ തവണ ഉടമ്പടി പുതുക്കിയതും പത്രവിതരണം ചെയ്തു. എല്ലാം കുറച്ച് എനിക്ക് OET പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ കൃപാസനത്തിനെ പറ്റി പറഞ്ഞു. കുറേ പേര് ഓൺലൈൻ വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ എൻ്റെ അയൽവാസിയായ ചേച്ചിമാരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം എനിക്ക് പേപ്പർ വർക്കുകൾ കഴിഞ്ഞെങ്കിലും ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. എല്ലായിടത്തും ക്ലോസ് ആയിരുന്നു. ഇനി OETയുടെ വാലിഡിറ്റി കഴിഞ്ഞു പോവോ, എനിക്കിനി പോകാൻ പറ്റാതിരിക്കുമോ എന്നൊക്കെ പേടിച്ച് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഞാനിവിടെ അമ്മയുടെ മാസമായ ഒക്ടോബർ മാസം ഉപവാസം എടുത്ത് നോയമ്പെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് മെഴുകുതിരി കത്തിക്കുമ്പം എപ്പോഴും ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഹാർട്ടിൻ്റെ രൂപത്തിലും പൂവിൻ്റെ രൂപത്തിലും ഒക്കെ അമ്മ മറുപടി തരുമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം 7 എന്ന് പറഞ്ഞൊരു ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നു. കറക്റ്റ് ഒക്ടോബർ 7-ാം തീയതിയാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. എല്ലാ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായതും എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതും എല്ലാം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടതിന് ശേഷം ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. അതിനുശേഷം ഒറ്റ മാസം കൊണ്ട് തന്നെ
എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, ഞാൻ പാസ്സായി. ഞാൻ ആ പാസ് റിസൾട്ടും കൊണ്ടാണ് ഈ കഴിഞ്ഞ ഉടമ്പടി റാലിക്ക് ഇവിടെ വന്ന് പങ്കെടുത്തത്. അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്പൗസിൻ്റെ പേര് ആഡ് ചെയ്തുകൊണ്ട് എൻ്റെ പഴയ പാസ്പോർട്ട് ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു. പുതിയ പാസ്പോർട്ടും കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ വിസ ഓഫീസിൽ കയറി കഴിഞ്ഞപ്പോൾ എന്നോട് പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കാനായിട്ട് അവർ പറഞ്ഞു. പക്ഷേ എൻ്റെ ഫയലിലോ എൻ്റെ കയ്യിലോ അങ്ങനെ ഒരു കോപ്പി ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു നിമിഷം ഞാൻ അമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഫയൽ തുറക്കുമ്പോൾ എൻ്റെ ഫയലിൻ്റെ ആദ്യം ഇരുന്നത് എൻ്റെ പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ്. അത് കൊടുത്തതിന് ശേഷം എൻ്റെ വിസ അപ്രൂവലായി. ഈ കഴിഞ്ഞ 8-ാം തീയതി എൻ്റെ കയ്യിൽ എനിക്ക് വിസ കിട്ടി. ഈ വിസയുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നതിന് 1000 നന്ദിയും സ്തുതിയും. പിന്നെ ഒരുപാട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപാട് അടുത്തുള്ള ഓർഫണേജിൽ പോയി ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പത്രവിതരണങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ അമ്മയും പൊതിച്ചോറുണ്ടാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. കുറവലിങ്ങാട് വഴിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വചനങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം കൂടിയിട്ട് അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഇടാറുണ്ടായിരുന്നു. പിന്നെ വഴിയരികിൽ ഞാൻ പോകുന്ന സമയത്തൊക്കെ വിശന്നിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും. എന്നെ കഴിയാവുന്ന പോലെ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ കൂടുതൽ ആത്മീയതയിലേക്ക് വളരാൻ എനിക്ക് സാധിച്ചു. പണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പ്രാർത്ഥനയോ അധികമില്ലായിരുന്നു. ഇപ്പോൾ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാശുരൂപം കാണും, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഒന്നുകിൽ കൊന്ത ചൊല്ലും. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് പോകത്തില്ല. വിശ്വാസ പ്രമാണം ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കും. അങ്ങനെ കൂടുതൽ ഞാൻ ആത്മീയതയിലേക്ക് വളർന്നു. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മ ഒരാളെ ഏർപ്പാടാക്കുമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതുപോലെ എനിക്ക് എല്ലാ സഹായവും എൻ്റെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും എന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാര്യവും എൻ്റെ ഹസ്ബൻഡിനെയാണ് എൻ്റെ അമ്മ മാതാവ് ഏൽപ്പിച്ച് എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ വിഷമിച്ചിരുന്ന സാഹചര്യത്തിലെല്ലാം നീ കൃപാസനത്തിൽ പോ, അമ്മയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിടും. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യത്തിനും അമ്മ കൂടെയുണ്ട്. പിന്നെ തിരിയിൽ എപ്പോഴും ഞാൻ വിഷമിച്ച് കരയുന്ന സമയങ്ങളിൽ അമ്മ ഹാർട്ടിൻ്റെ രൂപത്തിൽ വരും, എന്നെ ആശ്വസിപ്പിക്കും. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ആ വിചാരിച്ച കാര്യം നടന്നു കിട്ടുകയും ചെയ്യും. ഇത്രയധികം ഉപകാരങ്ങളും ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദിയും സ്തുതിയും പറയുന്നു. എന്നെപ്പോലെ വിഷമിച്ച് ഒരുപാട് പേര് ഇൻ്റർവ്യൂ കിട്ടാതെയും OIT കിട്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അവർക്കെല്ലാവർക്കും ഈ കൃപാസനത്തിന് വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ എല്ലാം സാധിച്ചു കിട്ടും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടും. എനിക്കൊരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. എല്ലാ കാര്യത്തിനും അമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നമുക്കെല്ലാം സാധിച്ചു കിട്ടും. അപ്പോൾ ഇത്രയും നന്ദി ചെയ്തു തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദിയും സ്തുതിയും പറയുന്നു.